മനുജ, നമ്മുടെ ആരോഗ്യവകുപ്പ് ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഓരോ ദിവസം ചെല്ലും തോറും ഓരോരോ വാർത്തകളുണ്ട്. ഇന്നിപ്പോൾ അവസാനമായി വരുന്നത് സർക്കാർ ആശുപത്രിയിലെ കാട്ടക്കടയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ 2 വയസ്സുള്ള കുഞ്ഞിൻ്റെ ദാരുണമായ സംഭവമാണ്. അത് നമുക്ക് കേരളത്തിലെ ആരോഗ്യ മേഖല ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഒരു എത്തുപിടിയും കിട്ടുന്നില്ല. നമ്മുടെ നാട്ടിലെ സർക്കാർ സംവിധാനങ്ങൾ ഫലപ്രദമല്ലാത്തതുകൊണ്ട് തന്നെയാണ് ആളുകൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെയും ഇത് തന്നെയാണ് മറ്റൊരു തലങ്ങളിലേക്ക് നടക്കുന്നത്. വലിയ ചൂഷണം, സാമ്പത്തികമായി ആളെ ചൂഷണം ചെയ്യുന്ന രീതി സ്വകാര്യ ആശുപത്രികൾക്കുണ്ട്. സർക്കാർ ഇതൊന്നും അറിയുന്നില്ല. സർക്കാർ ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതല്ല, ഇനെഫിഷ്യൻസിയാണ് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. അതായത് കഴിവില്ലായ്മ. ഈ വീണ ജോർജ് എന്ന് പറയുന്ന സ്ത്രീ, അവർ ആരോഗ്യമന്ത്രിയായി അധികാരത്തിൽ വരുന്നു. അവർ വളരെ കുറച്ച് രാഷ്ട്രീയ പാരമ്പര്യം മാത്രമേ ഉള്ളൂ. അവരെങ്ങനെ മന്ത്രിയായി എന്നുള്ളതിൻ്റെയും അതിൻ്റെ രാഷ്ട്രീയ മത സമവാക്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനെഫിഷ്യൻസി അവർക്കുണ്ട്. ഇതിന് മുൻപിരുന്ന ആൾ മഹത്തരമായിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അതൊരു PR സ്റ്റണ്ടിന്റെ ഭാഗമായി വന്ന ടീച്ചറമ്മ ഒരു ഫിഗർ ആയിരുന്നു. എങ്കിൽ പോലും ഇതിനേക്കാൾ മെച്ചമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിൽ എമ്പാടുമുള്ള ആരോഗ്യ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഫണ്ടുകൾ, അതിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊക്കെ തന്നെയും നടപ്പിലാക്കുന്നുണ്ട് എന്ന് കേരള സർക്കാർ വാഗൊണ്ടുള്ള പറച്ചിൽ മാത്രമാണുള്ളത്. അടിസ്ഥാനപരമായി നടപ്പിലാക്കുന്നില്ല എന്നതിൻ്റെ യാഥാർത്ഥ്യമാണ് ഇവിടെ ഉള്ളത്. നോക്കൂ ചേട്ടാ, ഈ ഉഷ എന്ന് പറയുന്ന സ്ത്രീപര വൈദ്യയിൽ കത്രിക മറന്നുവെച്ച സംഭവം, ഈ ഉഷയ്ക്ക് ഒന്ന് ഓപ്പറേഷൻ നടത്തിയ ഡോക്ടർമാരെ കുറിച്ച് മെഡിക്കൽ സംഘം, അതായത് സർക്കാരിന്റെ മെഡിക്കൽ സംഘം വിദഗ്ധമായ അന്വേഷണം നടത്തി. അവർ കൊടുത്ത റിപ്പോർട്ടിൽ അവർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നഴ്സിന്റെ തലയ്ക്കുള്ളിൽ വെക്കാനുള്ള ശ്രമം നടത്തി, ഡോക്ടർക്ക് എന്തായാലും വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ ഡോക്ടർക്കാണ് ഉത്തരവാദിത്തം എന്നുള്ള ഏറ്റവും മിനിമം മര്യാദ, അല്ലെങ്കിൽ ഏറ്റവും ബേസിക് നോളജ് ആണത്. അതിന്റെ നേതൃത്വം കൊടുക്കുന്നത് ഇന്ന വ്യക്തിയാണ്. അവർക്ക് ഇൻ ആൻഡ് ഔട്ട്, അതായത് അവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഒരു ഡോക്ടറോട് സംസാരിച്ചപ്പോൾ മനസ്സിലായതാണ്, നമ്മളൊരു സർജറി നടത്തുമ്പോൾ ബ്ലഡ് ഒപ്പിയെടുക്കാൻ വേണ്ടി കോട്ടൺ ഉപയോഗിക്കും, പഞ്ഞി ഉപയോഗിക്കും. എത്ര പഞ്ഞി ഉപയോഗിച്ചെന്ന് വരെ അവർക്ക് കണക്ക് വേണം. കാരണം ഇത് ബ്ലഡിൽ മുങ്ങിക്കഴിഞ്ഞാൽ ഇത് ശരീരത്തിന്റെ അവയവാണോ ഇല്ലയെന്ന് മനസ്സിലാകും. അതുപോലെയുള്ള ബ്ലഡ് ആയിരിക്കും ഈ സാധനങ്ങൾ വരുന്നത്. മാത്രമല്ല പല ലെയറിലായിട്ടായിരിക്കും നമ്മൾ ഓപ്പറേഷന് ശേഷം സ്കിന്നിന് അതിന് താഴെയുള്ള ഇത് ഓരോ ഘട്ടങ്ങളായിട്ടായിരിക്കും മുറിച്ച് വേണ്ടത്. അപ്പോൾ ഒന്നിന് മേലെ ഒന്ന് വന്നു കഴിയുമ്പോൾ നമുക്കിത് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് എത്ര സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അത് അത്രയും തിരിച്ചെടുത്തോ എന്നുള്ളത് പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്തിരിക്കണം. ഇതിൽ പ്രശ്നം വന്നതുകൊണ്ടാണല്ലോ കത്രിക ഇവിടെ മറന്നു വെച്ചിട്ട് പോയത്. അപ്പോൾ ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ ഈ ഡോക്ടറുടെ ഭാഗത്ത്, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഓപ്പറേഷൻ നടത്തിയ ആളുകളുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് എങ്ങനെ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും? അല്ല, ഇതിൽ ഈ ഉഷ എന്ന് പറയുന്ന സ്ത്രീയുടെ മകൻ ഇന്ന് മാധ്യമങ്ങൾ കൊടുത്തൊരു ബൈറ്റിൽ പറയുന്നുണ്ട്, പിന്നെ എന്റെ അമ്മ കത്രിക വിഴുങ്ങിയതാണോ എന്നാണ് ചോദ്യം. ഇവരുടെ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ മനഃപൂർവ്വം കത്രിക വിഴുങ്ങി വെച്ചതുപോലെയാണ് തീർച്ചയായിട്ടും. അല്ല, നാളത്തെ ക്യാപ്ചർ എം വി ഗോവിന്ദൻ ഇന്നലെ പറയുകയും ചെയ്തു, കത്രിക അതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണല്ലോ എന്നുള്ളത്. ഒറ്റപ്പെട്ട സംഭവത്തിൽ ഇതുപോലെ തന്നെ കത്രിക മറന്നു വെച്ച മറ്റൊരു കേസുണ്ട്. ഓപ്പറേഷനിടെ മറ്റേ ഇന്റേണൽ ഓർഗൻസ് മുറിഞ്ഞു പോയ സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. സർജറി നടത്തി. അതുപോലെ തന്നെ പാലക്കാട് ഒരു കുട്ടി കളിക്കുന്നതിനിടെ മറിഞ്ഞു വീണു, കൈക്ക് ഒരു ചെറിയ സർജറി നടത്തി, കൈ പഴുത്ത് കൈപ്പത്തി മുറിച്ച് മാറ്റിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കേ ഇതൊന്നും കാണാതിരുന്നിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ട് ഉണ്ടെന്ന് ഇവർക്ക് അറിയാം, എന്നിട്ട് പോലും ഇവർ പറയുന്നത് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമല്ലേ. അല്ല, ഇത് ഒറ്റപ്പെട്ട സംഭവമാണല്ലോ, വീഴ്ചയാണല്ലോ എന്നുള്ളത്. കഴിഞ്ഞ ദിവസം വിചിത്ര വിഷ്വലി കണ്ടിരുന്നു. പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ പുതിയ ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നത്. അപ്പോൾ വളരെ രസകരമാണ്. പണി പെട്ടെന്ന് സ്പീഡിനാണ്, തേക്കുന്നത് വെള്ളം അടിക്കുന്നു. അപ്പൊ ഇത്രയും സ്പീഡിൽ കണ്ടം നമുക്ക് നമ്മൾ കണ്ടിട്ടില്ല. ഇത് ആശുപത്രിയാണ്. അതായത് വീണ ജോർജിന്റെ അടുത്ത് നിങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ഇത്രയും വർഷം കൊണ്ട് നടത്തിയിട്ടുള്ള വികസനം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എണ്ണി പറഞ്ഞ കുറച്ചെണ്ണത്തിൽ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്, ഇതിന്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്, അതിന്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണെന്നു. യൂത്ത് കോൺഗ്രസ്സുകാർ ഈ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി വീഡിയോ ചിത്രീകരിക്കുന്ന ഘട്ടത്തിലാണ് ഈ വിഷ്വൽസ് പുറത്തേക്ക് വരുന്നത്. അതായത് അങ്ങേയറ്റം ധർഷണം. ഇത് തെരഞ്ഞെടുപ്പിന് മുൻപേ എന്തെങ്കിലും ഞങ്ങൾ കാണിച്ചു എന്നുള്ളത് ജനങ്ങളുടെ മുന്നിൽ വീഡിയോ എടുത്ത് പ്രദർശിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഇങ്ങനത്തെ. അതാണ്. അല്ല, വീണ ജോർജ് എന്ന് പറയുന്ന വ്യക്തി അമ്പേ പരാജയമാണ് സിസ്റ്റം എന്നുള്ളത് കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. ആള് കോൺട്രാക്റ്റിലുള്ള നേഴ്സാണ്, ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 6-7 മാസം സാലറി കിട്ടുന്നില്ല. കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകൾക്ക്, അതായത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന
അതിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ടല്ലോ. ഇവർക്കൊന്നും കോൺട്രാക്ട് അടിസ്ഥാനത്തിലുള്ളവർക്ക് ബേസിക് സാലറി ഒക്കെ 10,000-ഓ 12,000-ഓ 18,000 രൂപയെ കാണുകയുള്ളൂ. ഇതുപോലും കൊടുക്കുന്നില്ല. വലിയ വീഴ്ചയാണ് വരുന്നത്. തിരക്കുമ്പം കേന്ദ്ര ഫണ്ട് വന്നില്ല എന്നാണ് പറയുന്നത്. എല്ലാ കാര്യത്തിലും കേന്ദ്രത്തിന്റെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മാത്രമല്ല ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, കഴിഞ്ഞ ദിവസം ആരോ ട്രോൾ ഇട്ടേക്കുന്നുണ്ട്, ഈ മുഖ്യമന്ത്രി മന്ത്രിയോട് ചികിത്സിക്കാൻ വേണ്ടി എല്ലാം അമേരിക്കയിൽ ഇവർ അത് ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവർ സ്വകാര്യ ആശുപത്രികളെ ഇപ്പോ നഴ്സുമാർ സമരത്തിലാണ്. സമരത്തിന്റെ കാര്യം ചോദിക്കുന്ന സമയത്ത് വീണ ജോർജ് പറയുന്ന കാര്യം അതൊക്കെ കുത്തക മുതലാളിമാരെ സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കാനുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് ഈ വീണ ജോർജിന്റെ ചികിത്സാ ചെലവ് പരിശോധിച്ചാൽ എത്ര രൂപ സ്വകാര്യ ആശുപത്രിയിലെ ബില്ലുണ്ടെന്ന് നോക്കാം. എല്ലാ ആളുകളും ഇവരൊക്കെ പിന്നെ എന്തിനാണ് എന്നാൽ ഇത്രയും മനോഹരമാണ് കേരളത്തിലെ ആരോഗ്യ മേഖല. സ്വകാര്യ ആശുപത്രികളെക്കാൾ അതിനേക്കാൾ മികച്ച അമേരിക്കയെ വെല്ലുന്ന ആശുപത്രികളാണ് കേരളത്തിലുള്ളെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രി അമേരിക്കയിൽ? എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി ഇത് പേടിച്ചിട്ടായിരിക്കും അമേരിക്കയിൽ പോകുന്നത്. അതുകൊണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല എല്ലാ മന്ത്രിമാരും, മന്ത്രി സജി ചെറിയാൻ കോവിഡിന് ശേഷം ആശുപത്രിയിൽ കടന്നൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് സ്വകാര്യ ആശുപത്രിയിൽ പോയി എന്നുള്ളതും, അല്ലെങ്കിൽ ഞാൻ മരണപ്പെട്ടു പോയെന്ന് അദ്ദേഹം മുൻപ് പറഞ്ഞൊരു പ്രസ്താവന എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ആളുകളും അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോവുകയും അതിനുശേഷം കേരളത്തിലെ പൊതുജന ആരോഗ്യ മേഖല അടിപൊളിയാണെന്ന് പറയുകയും ചെയ്യും. ഇപ്പൊ ഹാരിസ് ചെറക്കലിനെ പോലുള്ള ആളുകൾ, അദ്ദേഹം പറഞ്ഞത് ആവശ്യത്തിന് എക്യുപ്മെന്റ്സ് ഇല്ല, ഓപ്പറേഷൻ നടത്താൻ പോട്ടെ, രോഗികളെ കൊണ്ട് അത് പോട്ടെ, ഒരു റിപ്പോർട്ട് പ്രിന്റ് ചെയ്യാൻ പ്രിന്ററിൽ മഷിയില്ല, വെക്കാൻ പേപ്പർ ഇല്ല. അത്രയും ഗതികെട്ട അവസ്ഥയിലാണ് ആരോഗ്യവകുപ്പുള്ളത്. കോടിക്കണക്കിന് രൂപയാണ് ഈ നാട്ടിൽ പൊതുജന ആശുപത്രികളിൽ മരുന്ന് കൊടുക്കുന്ന കമ്പനികൾക്ക് കൊടുക്കാനുള്ളത്. കുടിശ്ശികയാണ്. ആളുകൾ സാധനങ്ങൾ തിരിച്ചു പെറുക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇനഫിഷ്യൻസിയാണ്, കഴിവില്ലായ്മയാണ്. സാമ്പത്തികമായ ഞെരുക്കം വരുമ്പോൾ ഇവർ ആദ്യം പിടിക്കുന്ന ഇങ്ങനെയുള്ള ഏരിയകളിലെ ഫണ്ടുകളാണ്. എന്നിട്ട് ഇവർക്ക് മുഖ്യമന്ത്രിക്ക് പുതിയ കാറ്, പുതിയ സ്ഥലം, കുറച്ചധികം എന്താ പറയാ ചെലവുകൾ, അവർക്ക് നവകേരള സെൻസസ് നടത്താനായിട്ട് ഒരു 20 കോടി രൂപ, ആഗോള അയ്യപ്പ സംഗമം നടത്താൻ എത്ര കോടി രൂപ, ആ വകയിൽ 20 കോടി, ആ വകയിൽ 100 കോടി, ഈ രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ പോവുകയാണ്. മനുഷ്യന് സേവനം കൊടുക്കും. ഞാൻ എല്ലാം അമ്പേ പരാജയമാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ പരാജയം ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞാൽ നിസ്സാരവൽക്കരിക്കുന്ന രീതി അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. നേതാക്കന്മാരുടെ ചിന്ത എനിക്ക് എന്റെ കുടുംബത്തിന് വന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാമല്ലോ. എം.വി. ഗോവിന്ദന്റെ ഭാര്യയുടെ വയറ്റിലാണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു കത്രിക കിടന്നെങ്കിൽ എം.വി. ഗോവിന്ദൻ ഇതുപോലെ ന്യായീകരിക്കും എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, അതിന് സാധ്യതയില്ല. കാരണം സർക്കാർ ആശുപത്രി പോകില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ നമ്മൾ പേടിക്കേണ്ടതില്ല. അല്ല, ഇവരെ ഈ നേതാക്കന്മാരൊക്കെ തന്നെ ഈ സംസാരം പ്രവർത്തിയായിട്ട് യാതൊരു ബന്ധമില്ലാത്തതിൻ്റെ പ്രശ്നമാണത്. ഇവരെല്ലാവരും ഇവിടെ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഡോക്ടർ മന്ത്രിയായത് 57 EMS മന്ത്രിസഭയിലാണ്, ഡോക്ടർ AR മേനോൻ. അതേപോലെ പ്രഗത്ഭനായ ഡോക്ടറായിരുന്നു. അദ്ദേഹം അടിത്തറയിട്ടിട്ട് പോയ ഒരു ആരോഗ്യ രംഗമാണ് ഈ കേരളം നമ്മൾ ഇന്നീ കാണുന്നത്. പക്ഷെ പിന്നീടും സർക്കാരുകൾ പലതും നേരെയൊന്നും അത് നോക്കിയില്ലെന്ന് തന്നെ പറയാം. പക്ഷേ പിന്നീട് VM സുധീരൻ 1.5 വർഷം കഷ്ടിച്ച മന്ത്രിയായിരുന്നുള്ള ആരോഗ്യവകുപ്പ്. പക്ഷേ അദ്ദേഹം മാത്രം മാറ്റം വരും. ഒരുപക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് മാറ്റങ്ങൾ VM സുധീരൻ വരുത്തിയതാണ്. ഈ ഡോക്ടർമാരുടെ അടുത്ത് അദ്ദേഹം വളരെ കർശനമായി തന്നെ പെരുമാറി. ചില ഡോക്ടർമാരൊക്കെ പറഞ്ഞു അദ്ദേഹം മന്ത്രി ഇങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം കർക്കശ നിലപാടിനും അന്ന് സ്വീകരിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി, എല്ലാവരും പണി ചെയ്തു. VM സുധീരൻ തിരുവനന്തപുരത്ത് ഒരു പ്രധാന സർക്കാർ ആശുപത്രി പരിശോധിക്കാൻ ചെന്ന് ലിഫ്റ്റിൽ മുകളിലോട്ട് കയറാൻ സ്വിച്ച് ഇട്ട് ലിഫ്റ്റ് താഴോട്ട് പോയി എന്തൊക്കെ ചെയ്തു. ചുരുക്കം അദ്ദേഹം നമ്മൾ കാര്യം മനസ്സിലായി, ഇവിടെ മൊത്തം പൊളിഞ്ഞു കിടക്കുകയാണെന്നുള്ളത്. ഇതുപോലെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള മന്ത്രിമാർ വരണം. ഒരു ദിവസത്തിനുണ്ടാവും മനുഷ്യന് ഏതെങ്കിലും ഒരു ജില്ലാ ആശുപത്രി മുന്നേ കൂടെ പോകുമ്പോൾ എത്രയോ വെള്ള നിറത്തിലുള്ള വാനുകൾ ചെതിലടിച്ച് പൊളിഞ്ഞു കിടക്കുന്നതാണ്. ഈ വാൻ ആരാണ് കൊടുത്തത്? ഈ വാൻ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? എത്രയോ വാഹനങ്ങൾ നശിച്ചു കിടക്കണം നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു പല UN പ്രോജക്റ്റുകളായിരിക്കും ഇവിടുത്തെ ഓരോ ആവശ്യത്തിന് സാധാരണക്കാരന് കൊടുക്കുന്നതാണ്. ഇതൊന്നും തിരിഞ്ഞു പോലും നോക്കാൻ ആരുമില്ലാതെ ആൾക്കാർ നശിച്ചങ്ങ് പോകുന്നതല്ല. മാത്രമല്ല അവര് ഭണ്ഡാരം മെഡിക്കൽ കോളേജിലെ ആശുപത്രി അധികൃതർ ഈ വിഷയം, അതായത് കത്രിക മന്ത്രി സംഭവത്തിൽ ഉണ്ടായതിനു ശേഷം അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം, കോവിഡ് കഴിഞ്ഞു വരുന്ന സമയമാണ്, സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങനെയാണ്, അവർക്ക് മന്ത്രിയെ കുറ്റം പറയാൻ പറ്റില്ല, സിസ്റ്റത്തെ അവർക്ക് കുറ്റം പറയുന്നത് എങ്ങനെയാണ്, പക്ഷെ എന്നിട്ടും അവർ പറഞ്ഞു പോയി ഞങ്ങൾക്ക് മടുത്തു, ഞങ്ങൾക്ക് ആളില്ല. അറ്റ് എ ടൈം ഒരേ നേഴ്സ് തന്നെയാണ് ഈ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഏറ്റവും ഒടുക്കം കുറച്ച് മുൻപ് ഉത്തരവിറക്കിയിരിക്കുന്നു എത്ര സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഉണ്ട് എന്ന് എത്രയും അടിയന്തരമായി പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതൊക്കെ പരിഹരിക്കാമെന്ന്, അപ്പോൾ അതായത് ആള് മരിക്കുന്നവരെ തിരിഞ്ഞു നോക്കില്ല.
അതായത് ആരെങ്കിലുമൊക്കെ മരിക്കേണ്ടേ, ഏതെങ്കിലുമൊക്കെ രക്തസാക്ഷികൾ ഉണ്ടാവേണ്ടിയിരുന്നു. ഇപ്പം മറ്റേ ഡോക്ടർ ലളിതാംബിക പറഞ്ഞത് 50 വർഷം അങ്ങനെ കത്രിക കുഴപ്പമില്ല, പക്ഷെ ഒടിഞ്ഞ നിലയിലാണ് കത്രിക തിരിച്ചെടുക്കാൻ പറ്റിയത്. ഇത്രയും പരിതാപകരമായി ഇത്രയും അധപ്പതിച്ച രീതിയിലാണ് ആ ഡോക്ടർക്ക് ഇപ്പോഴും നെഞ്ചു പിരിച്ച് റോഡിൽ കൂടെ നടക്കുന്നുണ്ടല്ലോ. ഇതേ സംഭവം ഉത്തരേന്ത്യയിലാണ് നടന്നെന്നുള്ള ആലോചിച്ചു എന്ത് ആഘോഷമാക്കുമായിരുന്നു. ഇവിടെ ആർക്കൊന്ന് സാംസ്കാരിക നായകന്മാരും മിണ്ടുന്നതേ ഇല്ല. അല്ലെങ്കിൽ ഉഷയ്ക്ക് ഐക്യദാർഢ്യം മകന്റെ വഴിയിലെത്തിക്കാനൊക്കെ കുറെ പേര് സന്ധിക്ക് ഇവിടെ തിരുവനന്തപുരത്ത് ആരെയും കണ്ടില്ല. എന്തായാലും ആരോഗ്യ മേഖല കുത്തഴിഞ്ഞു പോയിരിക്കുന്നു, നശിച്ചുപോയ അവസ്ഥ തന്നെയാണ്. ആരോഗ്യ മേഖലയ്ക്ക് അസുഖം പിടിച്ചിരിക്കുന്നത് നമ്മൾ പറയേണ്ടി വരും. അത് ആ അവസ്ഥയിലൊക്കെയാണ് പോകുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നാട്ടിലെ സാധാരണക്കാരുടെ കാര്യം കഷ്ടം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ.